പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സൂര്യാതപമേറ്റു. കുപ്പിയോട് സ്വദേശി ജയനാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്കാണ് അല്പസമയം മുൻപ് സൂര്യാതപമേറ്റത്. കുപ്പിയോട് സ്വദേശി, അതായത് കൂട്ടുപാത കുപ്പിയോട് സ്വദേശി ജയനാണ് ഇത്തരത്തിൽ പൊള്ളലേറ്റിരിക്കുന്നത്. കൂട്ടുപാതയിൽ നിന്നും ഒലവക്കോട്ടേക്ക് ഇദ്ദേഹം സവാരിയുമായി പോകുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുള്ളത്. അദ്ദേഹം മരുത് റോട്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ലക്കിടിയിലും സമാനമായി 2 പേർക്ക് പൊള്ളലേറ്റിരുന്നു. ഒരു വനിതയ്ക്കും അതുപോലെ തന്നെ ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയും ലക്കിടി സ്വദേശിയായ ജയൻ എന്ന പേരുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിക്കും സമാനമായി ഇന്നലെ ഉച്ചയോടെ പൊള്ളലേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ മരുത റോഡും സമാനമായ ഒരു സംഭവം ഉണ്ടായി. അത്തരത്തിൽ വ്യാപകമായി ഒരു സൂര്യാതപമേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് പലർക്കും കയ്യിലും കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പൊള്ളലേൽക്കുന്നുണ്ട്. പ്രധാനമായും ഇതിന് ആരോഗ്യവകുപ്പ് പറയുന്നത് നിർജ്ജലീകരണം കാരണം തന്നെയാണ്. കാരണം പുറത്തിറങ്ങുന്നവർ കൊടയോ അല്ലെങ്കിൽ മറ്റു വെയിലിനെ തടുക്കാനുള്ള പ്രതിരോധ വസ്തുക്കൾ ഉപയോഗിക്കണം എന്ന് തന്നെ പറയുന്നത്. കൊടയോ തൊപ്പിയോ അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല ധാരാളം വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ 11 മണി മുതൽ 3 മണി വരെയുള്ള താപനില ഉയരുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പാടുകയുള്ളൂ എന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത് എന്നും ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ദിലീപ് കുമാർ. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ പാലക്കാട്ട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സൂര്യാതപമേറ്റു. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.